ഹലോ ഗൈസ്, ഷമീമിന് റിഷാന് യാത്രാക്കാൻ വേണ്ടി എയർപോർട്ടിലേക്ക് വന്നാണ്. ഞാനും സൊഫാനും ആഷിറും കൂടെയാണ് എയർപോർട്ടിലേക്ക് പോകുന്നത്. രാത്രി 12 മണിക്കായതുകൊണ്ട് കൂടുതൽ ആൾക്കാരൊന്നും ആര് പോവാണെങ്കിലും വിസ എടുത്ത് കൊടുക്കലും ടിക്കറ്റ് എടുത്ത് കൊടുക്കലൊക്കെ ആഷിറിന്റെ അടുത്താണ്. അതൊന്നും ടെൻഷനില്ല, ആഷിറൊക്കെ പക്കായിട്ട് നോക്കും. ഞങ്ങൾ അവിടെ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷമീമിനെ കാണാൻ. പണ്ട് കോളേജിലേക്ക് ലേറ്റ് ആയി വരുന്ന പോലെ ഇവിടേക്കും ഓൻ ലേറ്റ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ ചെക്കനെത്തി വേഗം ആഷിർ ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണ്ടേ. അപ്പോഴാണ് വേങ്ങർക്കോണ ലാഘവത്തോടെ രണ്ടാൾക്കാർ വണ്ടി ഒന്നും ഇങ്ങനെ വരണ്ടേ. കണ്ടതോ സാബിത്തു റിഷാദോണ് പോകും. 2 മണിക്കൂർ മുമ്പ് സൗദി നിർത്തി ഓന്റെ ചങ്ങായി ഓനക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത്യാവശ്യം ചില അറിവ് വാക്കുകൾ ഞാൻ ഇപ്പൊ പഠിപ്പിച്ചു തരാം. ഒന്നുമില്ല. അസ്സലാമു 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 അലൈക്കും അലൈക്കും വഅലൈക്കും വഅലൈക്കും മുസ്സലാം മുസ്സലാം മതി. അങ്ങനെ ഞാൻ സ്റ്റോറിയിൽ ഇട്ട പോലെ പോകാന്ന് പറഞ്ഞ ഓല് പോവാണ്. ഇങ്ങനെ ഒരു യാത്ര പിന്നെ യാത്രയാക്കൽ കരിയറിൽ ഞാൻ കണ്ടിട്ടില്ല. കരച്ചിലുമില്ല പിടിച്ചിലുമില്ല, ചിരിച്ചുകാണ്ട് ഇങ്ങനെ പോകണം. ആശിറാണെങ്കിൽ ലാസ്റ്റ് ഒരു കയ്യും കൊടുത്തു. അവസാന നിമിഷം വരെ കരയിപ്പിക്കാൻ വേണ്ടി നമ്മൾ നോക്കണ്ടേ. ഇത് പോല് പോകണോണ്ട് ഞമ്മക്കാണ് സങ്കടം എന്ന് വിചാരിച്ചു. അങ്ങനെ ഓല് നടന്ന് നീങ്ങണോ നോക്കി ഞങ്ങൾ അങ്ങനെ ഇരുന്നു. മുഫീദൊക്കെ കരച്ചിൽ അഭിനയിച്ച് കരയുണ്ട്. നീ ഓൻ തിരിച്ചു വരുമ്പോ കൊണ്ടുവരുന്ന പെട്ടിയിലാണ് നമ്മളെ പ്രതീക്ഷ. അപ്പൊ ഞാൻ നാട്ടില് സാബിത്തും ഒറ്റക്കായി. ഓന്റെ മുഖത്ത് സങ്കടം ഉണ്ട്. അങ്ങനെ കരഞ്ഞു കലകിയ കണ്ണുകളുമായി ഞാനും സൊഫാനും എയർപോർട്ടിൽ നിന്ന് യാത്ര പറഞ്ഞു. എല്ലാവർക്കും ഉണ്ട് സങ്കടം, ആഷിറിന് കുറച്ച് കൂടുതൽ. അവിടെ ചന്ദ്രനുണ്ടോ? ഷമീമിനെ കൊണ്ടാക്കിയാണ് നമ്മള് വരുന്നത്. ആശിന് പെരുമോ സങ്കടമാണ്, മുഖത്ത് കാണാൻ സങ്കടം, പെരുമോ സങ്കടം. ആശിന് കരഞ്ഞിട്ടില്ല. സൈഡിൽ കുറെ പോലീസുകാരുണ്ട്. നമ്മൾ നടന്നു പോകുന്നുണ്ട്. വണ്ടി അവിടെ എവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത്. നോൺ വോയിസിൽ ഞാൻ സഫുമോൻ, എന്റെ കൂടെ ക്യാമറമാൻ സാബിത്ത്, വണ്ടി വ്ളോഗർ സാബിത്ത്. അപ്പൊ ഓക്കെ ഗൈസ്, ബൈ.